ഈ ചെക്കനോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു അപ്പീട്ട പറയണമെന്ന്. നാട്ടിലുള്ള സകല കാര്യവും പറയൂ, അപ്പീട മാത്രം പറയൂല. ദിശേ എന്താ ചെക്കൻ്റെ അപ്പീട്ടിന്? എന്റെ അമ്മോ എന്തൊരു നാറ്റായത്. ദിശ ഈ ചെക്കനെ എടുത്തോ. ഇപ്പൊ മനസ്സിലായില്ലേ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ട്? എന്തെന്നാ ഈ പറയുന്നേ? ആ ദുബായിന്ന് വന്നിട്ട് 1 മാസം ആകുമ്പോക്കനെ എനിക്ക് വിടാൻ അടുത്ത് അല്ലേ? അമ്മ ഒന്ന് മിണ്ടാണ്ടിന്നാ. അല്ലെങ്കിലോ കാര്യപ്പെട്ടൊരു കാര്യം പറയാമോ, നിങ്ങളെല്ലാം എന്നോട് മിണ്ടാണ്ടിക്കുവാൻ പറയൂ. ഇതിപ്പോ ഒന്നല്ലേ ഉള്ളൂ. എടാ ഇഞ്ഞും സുനിയും സുജീഷും തമ്മില് ആകെ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. എന്ത് പറഞ്ഞാലുണ്ടാവും ഒരു പുരാണം പറച്ചില്. ആ മോനെ, ഇന്റെ ഒരു മോനെ ചന്തിയെ നിന്നെ കൊണ്ട് കവുവാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ 4 ചന്തികളാ ഞാൻ ദിവസവും മാറി മാറി കൈ കൊണ്ടുവന്ന്. അതിന് അമ്മക്ക് ഞാനടക്കം 3 മക്കളല്ലേ ഉള്ളൂ, പിന്നെ ഇത് 4ാമത്തെ ചന്തി. പിന്നെ എന്റെ കുണ്ടീന്റെ അമ്മാവൻ കൈ തരുവാ? എന്റെ കുണ്ടീന്റെ അമ്മാവൻ കവുന്നുള്ളൊരു ഡയലോഗ് ഉണ്ടായി. അത് ഞാൻ ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞടാ. അമ്മ പറ ചന്തിന് പോരാ, ചന്തിന് പോരാ. അപ്പൊ ഞാൻ പറ അമ്മേ ഇത് കുണ്ടിന്ന് പറഞ്ഞാലേ വർക്കാവുള്ളൂ. വിശ്വസിക്കാൻ പറ്റില്ല. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അത്രക്കും വൈറലായി. നിങ്ങള് അമ്മയും മോനും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ അമ്മയും മോനും അല്ലേ, ഇതെന്താ അതൊക്കെ മോശമല്ലേ എന്നൊക്കെ. നമ്മളെ കഥാപാത്രത്തിന് വേണ്ടി ഇപ്പൊ ഒരു അമ്മേനെ വേറെ കൊണ്ടുവരാനോ അല്ലെ അന്യന്മാരെ കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളങ്ങ് അമ്മയും മോനും അങ്ങ് ഭർത്താവ് ആവേണ്ടി വരും. ചില സ്ക്രിപ്റ്റ് വർക്ക് ആവണമെങ്കിൽ ഞങ്ങൾ തന്നെ നിൽക്കണം എന്ന് തോന്നാറുണ്ട്. എല്ലാ ക്യാമറമ്മേ ഇതെന്താ ഞാൻ ആലോചിക്കുന്നത്? ഞാനിങ്ങനെ ഒരു അല്ല, ഞാൻ ഈ ഒരു അവസരത്തിൽ ചോദിക്കല്ല, പണ്ട് മുതലേ ചോദിക്കണമെന്ന് വെച്ചൊരു കാര്യമാണ്. നമ്മൾ ഏകദേശം ഒരു 900ഓളം വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അമ്മയായിരിക്കും. എല്ലാം കൂടി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ അമ്മേനെ ഞാൻ ഇടയ്ക്ക് ചീത്ത പറയലുണ്ട്, അന്നേരം അമ്മ ഇടയ്ക്ക് വിഷമിക്കലുണ്ട്. അതിനുകൊണ്ട് ഒരുപാട് റിസൾട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അമ്മക്ക് ഞാൻ അമ്മയുടെ ചീത്ത പറയുമ്പോൾ നമുക്ക് എന്താ തോന്നലേ? ആദ്യമല്ലേ എനിക്ക് പണ്ടാരെ എനിക്ക് വയ്യ മോൻ്റെ ചീത്ത വെക്കുമെന്ന് പറഞ്ഞാൽ മോശമല്ലേ, എനിക്കൊരു മാനസികമായിട്ട് ഫീൽ ചെയ്യലുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് എൻ്റെ പോരായ്മകൾ അതിൽ കണ്ടു തുടങ്ങി. അപ്പം ഇതിൻ്റെ സീരിയസ് ഞാൻ ഏറ്റെടുത്തത് അതുപോലെ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടും കിട്ടി. ആദ്യം അതിൽ എൻ്റെ കണ്ണെന്നുള്ളൊരു വെള്ളം വരലുണ്ട്. ഇപ്പം ഞാൻ പറയാം ഇനി അടുത്ത അതിൽ വെള്ളമില്ല. കാരണം വെച്ചാൽ കാര്യം നമുക്ക് ശരിക്കും മനസ്സിലായത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ. അതുകൊണ്ട് മാത്രമല്ല അമ്മക്ക് അധികാരം വീഡിയോ ചെയ്യുമ്പോൾ അമ്മേൻ്റെ ഈ സീരിയസ്നെസ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ചിലത് അങ്ങനെ വരണം, ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും, അതിങ്ങനെ വരില്ല എന്ന് പറയുമ്പോൾ അമ്മ പോളായിരുന്നു ഇനി കുറേ നേരമല്ലേ എനിക്ക് ഇല്ലെന്ന് പറയും. പക്ഷേ പിന്നെ അമ്മക്കെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഒരു അല്ലേ അമ്മേനോട്ടുള്ള സംസാരിക്കുന്ന രീതി, പുറത്തുള്ള ആൾക്കാർ അമ്മേനെ തിരിച്ചറിയാൻ തുടങ്ങി. അമ്മ ബസ്സിലെല്ലാം പോകുമ്പോൾ അല്ല നിങ്ങൾ ആ സുമേഷ് ഭാസ്കറിൻ്റെ വീഡിയോ ചെയ്യുന്ന കമലമ്മയല്ലേ? ആ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊരു ഭയങ്കര സംഭവം തന്നെയല്ലേ. അത് പല ഭാഗങ്ങളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല. എനിക്കും നമ്മൾ മൂകാംബിക പോയ സമയത്തും ഏതൊരു ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നോക്കുമ്പോൾ അമ്മേൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്താ കഥ എന്ന് പറഞ്ഞേ? അല്ല അത് കൊട്ടിയൂരുന്ന് കേളകം ഒരു ഹോട്ടലിൽ കുടുംബശ്രീൻ്റെ പെണ്ണുങ്ങളെ ഹോട്ടലിൽ കയറിയതാ. അപ്പം മത്സ്യക്കറിയും പച്ചക്കറിയും വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നതല്ലേ, ഇതൊന്ന് മാറ്റാൻ പറഞ്ഞേക്കും. നമ്മളെ മേശ ആകെ 4 മേശയേ ഉള്ളൂ. എന്തെന്നാ പേരുണ്ട് ഞാൻ ഓല് പറഞ്ഞ ഞാളെ ഇത് ഇതിൻ്റെ അകത്ത് ഇടണേന്ന്. അപ്പോൾ ഒരു 2-3 പെണ്ണുങ്ങൾ അടുക്കളയിൽ ഭയങ്കര വിളമ്പുന്ന തിരക്കിലല്ലേ. അപ്പോൾ ഒരു പറയാ അതൊരു കേട്ടുപരിചയുള്ള സൗണ്ടാണല്ലോ. അപ്പോൾ കേസിലിരുന്ന പെണ്ണുങ്ങൾ എന്നോട് വന്ന് വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളാണോ എന്ന്. അടുക്കളയിൽ നിന്നല്ലെങ്കിൽ സംസാര വിഷയം ഇവിടെ സപ്ലൈ ചെയ്യേണ്ട തിരക്കിലല്ലേ. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷം, എന്നെ കയ്യിലും സന്തോഷം. കാരണം നമ്മളെ സൗണ്ട് കേട്ടിട്ട് അവർക്ക് അപ്പൊ അവര് കയ്യൊക്കെ കഴുകി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫോട്ടോ എല്ലാം എടുത്ത് ഭയങ്കര സന്തോഷം എനക്കും. അല്ല അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മളെ BMI സ്കൂളില്ലേ, BMI സ്കൂളിൻ്റെ അവിടെ ഇരുട്ടത്ത് ഞാൻ കുറച്ചാൾ കൂടി സംസാരിച്ചിട്ട് നോക്കുമ്പോൾ അതിലെ വഴി പോയ ഒരാൾ അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഒരാൾ തിരിച്ചു വന്നിച്ച് നിങ്ങൾ ഇരുട്ടത്ത് വന്നു വെച്ചാൽ നിങ്ങൾ സുമേഷ് ഭാസ്കറാണോ എന്ന് ചോദിച്ചു. അത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയ സംഭവമാണ് കേട്ടോ. നമ്മളെ ചെറിയ കാര്യങ്ങൾ പോലും ആൾക്കാർ അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. ആദ്യമൊക്കെ അമ്മ വീഡിയോസ് ഇടുമ്പോൾ നമുക്കിതിനെപ്പറ്റി അത്ര ഐഡിയ ഇല്ലായിരുന്നു. അമ്മ കമൻറ്റ് ബോക്സ് നമുക്ക് നോക്കാറില്ല. അതുകൊണ്ട് അമ്മേനെ അധികം വിഷമഘട്ടങ്ങൾ അമ്മ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ അമ്മ കമൻറ്റ് ബോക്സ് നോക്കാറില്ല, ഫേസ്ബുക്കിലൊന്നും നോക്കാറില്ല. ഇതിൻ്റെ നല്ല വശങ്ങൾ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ട ശേഷമാണ് അമ്മ ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ വന്ന എല്ലാ കാര്യങ്ങളും നോക്കി ഇപ്പം കമൻറ്റിൽ നോക്കി. ഞാൻ ആദ്യം നോക്കുക കമൻറ്റാ, കാരണം ഇവരെങ്ങനെയാ അത് സ്വീകരിച്ചെന്ന് അറിയണല്ലോ. നമ്മൾ ചെയ്തത് പോലെ ആയിരിക്കില്ല അവർ. നിങ്ങൾ അമ്മയും മോനും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ, നിങ്ങൾ അമ്മയും മോനും അല്ലേ, ഇതെന്താ അതൊക്കെ മോശമല്ലേ എന്നൊക്കെ. നമ്മളെ കഥാപാത്രത്തിന് വേണ്ടി ഇപ്പോൾ ഒരു അമ്മേനെ വേറെ കൊണ്ടുവരാനോ അല്ലെ അന്യന്മാരെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിച്ചാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചില സ്ക്രിപ്റ്റുകൾ ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് വേണ്ടി വരിക. ഭാര്യ അമ്മ റെഡിയാണ്,
ഭർത്താവ് നിനക്കിപ്പം അപ്പുറത്ത് മറ്റേ നെടുപടി പണിയിലോ തിരക്കിനൊന്നും കൊണ്ടുവരാൻ പറ്റൂല. ഇവിടെ ഉള്ള ആൾക്കാർ ഞാനാണ് കളവനായിട്ടുള്ളത്. അത് ഓൾറെഡി എനിക്ക് നരയും ഇതൊക്കെ ഉണ്ട്. ഭർത്താവ് ആവേണ്ടി വരും. ചില സ്ക്രിപ്റ്റ് വർക്ക് ആവണമെങ്കിൽ ഞങ്ങൾ തന്നെ നിൽക്കണം എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ പല ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങൾ അമ്മയും മോനും ഇങ്ങനത്തെ റോളുകൾ ചിലത് എനക്കും പിടിക്കലില്ല. പക്ഷെ ചില കണ്ടന്റുകൾ അങ്ങനെ ആയിരിക്കാം. അത് നമ്മൾ ആ സെൻസ് കാണാത്തതിന്റെ ഒറ്റ കുഴപ്പമാണ്. എന്റെ ഇളയ മോനൊരു 5-8 ഭർത്താവായിട്ടുണ്ട്. ഭർത്താവായിട്ടുണ്ട്, ഇവന്റെ അച്ഛനായിട്ടുണ്ട്. ലോകത്ത് ഒരു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം സ്വന്തം മക്കള് ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നു. അതെ അതെ, അത് നമുക്കിവിടെ അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ ജീവനോട് ചോദിക്കലുണ്ട് പേഴ്സണലായിട്ട്, അല്ലടാ അതൊരു ആൾക്കാരെങ്ങനെ കാണുമോ, നമ്മളെ മോശം വിചാരിക്കൂലേന്ന്. അപ്പൊ അതൊരു അപൂർവം ചിലരെ ചോദിക്കലുണ്ട്. ചില സ്ക്രിപ്റ്റിന് അത് ആവശ്യമാണ്. അപ്പൊ നമ്മളത് പറയാൻ പോലെ ചിലത് നമുക്ക് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. അല്ലാണ്ട് എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ട് എത്ര ആൾക്കാർ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഇട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കണ്ട് ഒരു പ്രാവശ്യം കണ്ട് വിട്ടിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നോക്കൂ, അപ്പൊ ഉണ്ടാവുക ഞാൻ ചിരിച്ച് കണ്ണിലെ വെള്ളം ഇങ്ങനെ ഒന്ന് പ്രധാനമായിട്ട് പറയാൻ വെച്ചാൽ എനിക്ക് ഏറ്റവും എടുത്ത് പറഞ്ഞ കുംഭേന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഓണത്തിന് മാവേലി അവൻ ഒരു കുംഭയുള്ള ഒരാൾ വേണം. അത് പറയുന്ന 2 വലിയ കുംഭയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഒരിക്കലും എനിക്ക് കുംഭേണം ചിന്തിക്കുന്നില്ല. അവസാനം എനിക്ക് എൻ്റെ കോഴിക്കോട് ഒരു ഫ്രണ്ട് ഓനെ വിളിച്ച് വരുത്തിയാലോ, അപ്പോൾ 2 കുംഭ ഇങ്ങനെ മുട്ടി നിൽക്കൂലേ, കുംഭേ മുട്ടി നിൽക്കും. നിങ്ങളൊന്ന് ആലോചിക്കുന്നേ ഇളയ മോൻ. അപ്പൊ ഇവൻ പറയൂ, അല്ല എനിക്കിപ്പോ ഓണത്തിന് മാവേലിയാണ് ഒരാൾ വേണ്ട, അതെടുത്തു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏതോ നാട്ടിൽ, അവനെ വിളിച്ചു വരുത്താം നമുക്കൊന്ന്. ഇവരെപ്പാട് ഇണീച്ച് നിൽക്കുമ്പോ കുംഭയും തട്ടുന്നുണ്ട്. ഇവരെ കുംഭ ഇവർക്ക് അറിയില്ല എനിക്ക് കുംഭയുണ്ട് എന്നുള്ളത്. ഭയങ്കര ചിരിച്ച് എനക്ക്. അപ്പൊ ഇതൊന്നും അറിയാണ്ട് കാണുന്നവരെ ചിരിച്ചാൻ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അതെ അതെ, ചില വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാർ ചിരിച്ചിട്ട് അസമയത്തും അതുപോലെ തന്നെ സമയവും നോക്കൂല ഒന്നും. അപ്പോൾ ഒരു വിളിച്ച് നമ്മൾ ഫോണിൽ ഒന്നും വിചാരിക്കരുത് ഈ സമയത്ത് വിളിച്ചുകൊണ്ട്. കാരണം ചിരിച്ച് ഞാൻ തറയെ കിടന്നിട്ടുള്ളത്. ആ ചിരി കണ്ടിട്ട് എൻ്റെ ഫാമിലി മൊത്തം വന്നിട്ട് കൂട്ടച്ചിരിയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. പറയുന്നിടക്ക് ഒരു ബാലശ്ശേരിന്നൊരു ജയപ്രകാശു സ്വപ്ന ഒരു ഭാര്യയും ഭർത്താവും. അപ്പൊ അവര് ഭാര്യ സീരിയലിന് അഡിക്റ്റ് ആയ ഒരാളാണ്, ടീച്ചറാണ്. അപ്പം ഭർത്താവ് 6 മണി റിട്ടയർഡാണ്, ബാങ്ക് മാനേജറാണ്. അപ്പൊ അയാള് 6 മണി വരെ കണ്ടു കഴിഞ്ഞാൽ വേഗം കൊടുക്കും റിമോട്ട് ഭാര്യക്ക്. ഒരു മോനുള്ള ഇടയിൽ പഠിക്കുന്ന വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പൊ ഈ ആണുങ്ങള് ജയപ്രകാശ് എന്ന് പറഞ്ഞ ആള് പിന്നെ നമ്മളെ വീഡിയോ കാണല. അപ്പൊ ഇതിങ്ങനെ ചിരി കേട്ടപ്പം ഭാര്യ പറഞ്ഞു, എന്താ ഇവരെ പൊട്ടിച്ചിരിക്കും, കിടക്കെ കിടന്ന് ഇങ്ങനെ ചിരിക്കും. ഇതേ പെണ്ണുങ്ങളായിട്ട് എന്തെങ്കിലും പരിപാടിയിട്ടുണ്ടോ എന്തെന്നാ നോക്കട്ടെ. അപ്പൊ ഒരു ദിവസം പറഞ്ഞു, ഈ സീരിയൽ കണ്ട് 2 കൊല്ലമായി ഇവർക്ക് ഗർഭിണിയായിട്ട് സീരിയലിൻ്റെ അകത്ത് ഒളിപ്പോവും പ്രസവിച്ചില്ല, ഇനി അത് കണ്ടു ഒത്തിരിഞ്ഞ എനിക്ക് ഇത് നോക്കറോന്ന്. അപ്പൊ ഒരുവിടെ വന്നിട്ട് ഞങ്ങളോട് ഇത് പറയുന്നില്ല. അപ്പൊ അവര് ആ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ 2 ആൾ കൂടി ഇരുന്ന് ചിരിച്ച് കാണാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഒന്ന് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് പിന്നെ ഒരു TV തുറക്കല്ലേ, ഇപ്പൊ 2 ആളും ഇത് കാണലാ. അപ്പൊ ഇവരെ ഇത് ഭയങ്കര തള്ളായി പോകുന്ന പറയാൻ ഒരു തള്ളില്ലേ നമ്മളെ, അതും പറയണം. പുത്തൂര് ഒരു എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം ആശ്രമത്തിനടുത്ത് സുമേഷ് ഭാസ്കറിനെ കാണാൻ പറ്റും. ഇവിടെ അന്വേഷിച്ച് വന്ന് കുറെ ആൾക്കാർ ദൂര സ്ഥലത്തുനിന്നൊക്കെ നമ്മളടുത്ത് ഇതുപോലെ. അപ്പൊ ഞാൻ ചെടി നനക്കുന്നായിരുന്നു. അപ്പോൾ ഒരു കാർ ഇങ്ങനെ പതുക്കെ പോന്നു. അപ്പൊ ഇവര് തപ്പി പോന്നതാ. ആശ്രമത്തിന്റെ അടുത്ത് ഹൗസിംഗ് കോളനി എന്നൊക്കെ ഞങ്ങൾ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാന്ന് പറഞ്ഞ് നിർത്തി. എനക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് ഇവരെ അറിയില്ലല്ലോ. അപ്പോഴായി കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം നമ്മളെ കൂടെ സംസാരിച്ച് ചിരിച്ച് അവരെല്ലാ കഥകളും പറഞ്ഞു. ഞങ്ങളും ഹാപ്പിയായി, അവരായാലും ഹാപ്പിയായി. അല്ലാതെ നമുക്ക് ഭയങ്കര ഒരു അവാർഡിനേക്കാൾ വലിയ അവാർഡായിട്ട് എന്നെ സംബന്ധിച്ച് നമ്മളൊന്നും പുറത്ത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഏതൊരാൾക്കും അമ്മയെ തല്ല അവൻ്റെ കൂടെയും 10 ആളുണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു വീഡിയോ. ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, നമ്മൾ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടും പോലെയല്ല ഇപ്പോൾ അമ്മക്ക് ഇഷ്ടപ്പെടാമായിരിക്കാം, എനിക്ക് ഇഷ്ടപ്പെടാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഓരോ സിനിമയാണെങ്കിൽ ശരി, വീഡിയോ ആണെങ്കിൽ ഓരോ ആളാണെങ്കിൽ ശരി, നമുക്കൊരാൾ ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷേ മറ്റേക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെയാണ് നമ്മൾ എല്ലാത്തിനും കണ്ടെന്ന് പറയുകയാണ്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്താലേ, അതിൽ കൂടുതൽ അതിൻ്റെ മുകളിൽ ചൊറഞ്ഞിട്ട് കമൻറ്റെല്ലാം ഇട്ട് ചൊറിയാൻ നിൽക്കേണ്ട ഒരു ആവശ്യം ആർക്കും ഇല്ല. കമൻറ്റ് ഇട്ട് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമുക്കത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്താല്ലേ അടുത്തേല്. ആദ്യമൊക്കെ അമ്മ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു. പോസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലുള്ള ചില നമ്മളുടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഓൺ ദ സ്പോട്ടിൽ കമൻറ്റ് ചെയ്യേണ്ടത് അല്ലെ വോയിസ് മെസ്സേജ് ആയിക്കോട്ടെ, സുമേഷ് അത് സൂപ്പറായിക്കോ അങ്ങനെ. അപ്പോൾ അമ്മ ചോദിക്കും, അല്ലടാ ഇത് ജർമ്മനിയിൽ ഇപ്പം ഇട്ട സാധനം ജർമ്മനിയിലെത്തിയാ, അല്ലടാ ഇതിപ്പോൾ അങ്ങ് ഓസ്ട്രേലിയയിലെത്തി, ഇത് എന്തെന്ന സംഭവം ഭയങ്കരം തന്നെ അല്ലേ. അപ്പം അമ്മ ഇപ്പം പറഞ്ഞൊരു കാര്യം, എനിക്ക് ഒരു ജന്മം കൂടെ ജനിക്കണമെന്ന്. അതൊക്കെ ഒരാൾ മാത്രം സംസാരിക്കുന്നത്. അത് 10,000 ആൾക്കാർ മറ്റേ ചിരിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരാൾ പറഞ്ഞതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഉള്ള ക്യാമറ, ആ ക്യാമറ വെച്ച്
നിങ്ങൾ ചെയ്തു തുടങ്ങുക. വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര പോസിറ്റീവ് വൈബാണ് ആൾക്കാർ. അല്ല, പറയുന്നതിനിടയ്ക്ക് പ്രേക്ഷകർ ചിലർ ചോദിക്കൽ നിങ്ങൾ ഏട്ടനൊക്കെ ഇങ്ങനെ മുഖാമുഖം ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഒരു ചമ്മലൊന്നും ഇല്ലേന്ന്.